നമസ്കാരം. 10th മെയിൻസ് ടൈം ടേബിൾ ഡേ 11 ആണ് ഇന്ന്. അപ്പോൾ ഇന്ന് പഠിക്കേണ്ട SCRT പാഠഭാഗമേ 5ാം ക്ലാസ്സിലെ SCRT സയൻസ് ചാപ്റ്റർ 6 ഇത്തിരി ശക്തി ഒത്തിരി ജോലി. ഈസി ആയിട്ടുള്ളൊരു ചാപ്റ്റർ ആണ്. ഇത്തിരിയേ പഠിക്കാനുള്ളൂ, പക്ഷേ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ ഉത്തോലകങ്ങളില്ലേ, ഉത്തോലകങ്ങൾ, 1ാം വർഗ ഉത്തോലകം, 2ാം വർഗ ഉത്തോലകം, 3ാം വർഗ ഉത്തോലകം, അതിന്റെ ഉദാഹരണങ്ങളെല്ലാം ഈ ഒരു ചാപ്റ്ററിലാണ് അടങ്ങിയിരിക്കുന്നത്. ബേസ് കഴിഞ്ഞൊരു പരീക്ഷയ്ക്ക് ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു, പാരക്കോല് ഉപയോഗിച്ച് ഒരാൾ കല്ല് ഉയർത്തുന്നത് അത് എത്രാം വർഗ ഉത്തോലകത്തിലാണ് ആ ഒരു സാഹചര്യം വരുന്നത് എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ പാരക്കോല് എത്രാം വർഗ ഉത്തോലകമായിട്ടാണ് ആക്ട് ചെയ്യുന്നത് എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഉത്തരം ഇനി അങ്ങനത്തെ ചോദ്യങ്ങൾ ചോദിച്ചാൽ ഉത്തരങ്ങൾ കിട്ടണ്ടേ? അപ്പൊ ചാപ്റ്ററിലേക്ക് പോവാം. അതിനു മുന്നേ ആരെങ്കിലും ആദ്യമായിട്ട് ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫാമിലിയിലേക്ക് ജോയിൻ ചെയ്യുക. പിന്നെ നമ്മുടെ ടൈം ടേബിൾ ഫോളോ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ മസ്റ്റ് ആയിട്ടും ടെലഗ്രാം ചാനലിൽ ഉണ്ടായിരിക്കണം. അത് മസ്റ്റ് ആണ്, കാരണം ടെലഗ്രാം ചാനലിലാണ് പോർഷൻസ്, സ്റ്റഡി മെറ്റീരിയൽസ്, ഗൈഡൻസ്, ടൈം ഷെഡ്യൂൾ എല്ലാം കൊടുക്കുന്നത്. അതുകൊണ്ട് മറക്കാതെ ജോയിൻ ചെയ്യുക. ഫസ്റ്റ് കമന്റിൽ ലിങ്ക് ഞാൻ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം. അഞ്ചാം ക്ലാസ് SCRT സയൻസ് ചാപ്റ്റർ 6 ഇത്തിരി ശക്തി ഒത്തിരി ജോലി. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റർ ആണ്. ഇത്തിരിയേ പഠിക്കാനുള്ളൂ, പക്ഷെ ഒത്തിരി ചോദ്യങ്ങളും ഉണ്ട്. ഇതിനകത്തെ നമ്മൾ സാധാരണ ചെയ്യുന്ന കുറെ ജോലികളുണ്ട്. ഉദാഹരണം, തേങ്ങ പൊതിക്കുക, വിറക് വെട്ടുക, അതുപോലെ ആണി അടിക്കുക, അങ്ങനത്തെ കുറെ ജോലികളുണ്ട്. ഈ ജോലികളൊക്കെ ഒന്ന് ഈസി ആക്കാൻ വേണ്ടിയിട്ട്, ജോലി എളുപ്പമാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപകരണങ്ങൾ യൂസ് ചെയ്യും. ഫോർ എക്സാമ്പിൾ, തേങ്ങ പൊതിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കമ്പിപ്പാര ഉപയോഗിക്കത്തില്ലേ, വിറക് വെട്ടാൻ മഴു ഉപയോഗിക്കത്തില്ലേ, അങ്ങനെ കുറച്ച് ഉപകരണങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. ഈ ജോലി എളുപ്പമാക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഉപകരണങ്ങളെയാണ് സിമ്പിൾ മെഷീൻസ് എന്ന് പറയുന്നത്. ലഘു യന്ത്രങ്ങൾ എന്ന് മലയാളത്തിൽ പറയും. ജോലി എളുപ്പമാക്കുന്ന ഇത്തരം ഉപകരണങ്ങളാണ് ലഘു യന്ത്രങ്ങൾ. ഈ ചിത്രത്തിൽ കാണിച്ചേക്കുന്നത് കത്രിക, നാരങ്ങാഞ്ഞിക്കി, ബോട്ടിൽ ഓപ്പണർ, പിന്നെ കപ്പി കയറ്, അതുപോലെ വീൽ ബാരോ, കത്തി, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ എന്താണ്? ലഘു യന്ത്രങ്ങളാണ്. അതായത് നമ്മുടെ ജോലി എളുപ്പമാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന യന്ത്രങ്ങൾ. ഈ ഓരോ യന്ത്രങ്ങൾ തന്നിട്ട്, ഓരോ ലഘു യന്ത്രങ്ങൾ തന്നിട്ട് ഇത് എന്തിനൊക്കെ വേണ്ടി ഉപയോഗിക്കുന്നു, നമുക്ക് നിത്യജീവിതത്തിൽ യൂസ് ചെയ്യുന്നതായതുകൊണ്ട് പ്രത്യേകിച്ച് അതിന് പറയേണ്ട കാര്യമൊന്നുമില്ല. സീസോയിൽ ആടുന്ന കുട്ടികളെ ഒന്ന് ശ്രദ്ധിച്ചേ. സീസോയിൽ ആടുന്ന കുട്ടികൾ, ഒരാള് വെയിറ്റ് കൂടിയ കുട്ടിയാവുമ്പോൾ അയാൾ താഴും, മറ്റേയാള് പൊങ്ങും. ഒരുപോലെയുള്ള പിള്ളേരാവുമ്പോൾ അവർ ബാലൻസ് ചെയ്ത് നിൽക്കും. പക്ഷെ ഈ 3ാമത്തെ ചിത്രം നോക്കിക്കേ. 3ാമത്തെ ചിത്രത്തിലെ ഇവിടെയല്ലേ വലിയ ആൾ ഇരിക്കുന്നേ, ഇവിടെ ചെറിയ ആളാ ഇരിക്കുന്നേ, എന്നിട്ട് കൂടി വലിയ ആളാ പൊങ്ങിയത്. അതെന്തുകൊണ്ടാ? ഇയാളുടെ പൊസിഷൻ നോക്കി, ഇരിക്കുന്ന പൊസിഷൻ ഇയാള് കണ്ടോ, ഇതിന്റെ മധ്യമായിട്ട് ചേർന്ന് വന്നിരിക്കുക. ഇങ്ങ് അറ്റത്തിരുന്നിരുന്നെങ്കിൽ ഈ കുട്ടി പൊങ്ങിയേനെ, ഇയാള് താന്നേനെ, അല്ലെ? അപ്പൊ 3ാമത്തെ സീസോയിൽ ഒരു ചെറിയ കുട്ടി നിഷ്പ്രയാസം വലിയ കുട്ടിയെ ഉയർത്തിയത് കണ്ടില്ലേ? അപ്പൊ അതിന് ഉള്ള കാരണം എന്താണ്? ആ കുട്ടി ഇരിക്കുന്ന സ്ഥാനമാണ്. സീസോ ചലിക്കാൻ ആധാരമാക്കുന്ന കുറ്റി ഏതാ? കുറ്റി, ഈ കുറ്റിയും കുട്ടിയിരിക്കുന്ന സ്ഥാനവും തമ്മിലുള്ള ബന്ധമാണ് ഇയാളെ നിഷ്പ്രയാസം കുട്ടിക്ക് പൊക്കാനുള്ള കാരണം ആയത്. അപ്പൊ അതിനെയാണ് ഉത്തോലകങ്ങൾ എന്ന് പറയുന്നത്. ഉത്തോലകങ്ങൾ എന്നാൽ ഒരു നിശ്ചിത ബിന്ദുവിനെ ആധാരമാക്കി ചലിക്കുന്ന ദൃഢദണ്ഡുക്കളാണ് ഉത്തോലകങ്ങൾ. എന്താണ്? ഒരു നിശ്ചിത ബിന്ദു. ഇവിടെ ആ ബിന്ദു എന്ന് പറയുന്നത് ഈ നടുക്ക്, ഇതാണ് ആ നിശ്ചിത ബിന്ദു. ആ നിശ്ചിത ബിന്ദുവിനെ ആധാരമാക്കി ചലിക്കുന്ന, ഒരു നിശ്ചിത ബിന്ദുവിനെ ആധാരമാക്കി ചലിക്കുന്ന ദൃഢദണ്ഡുക്കളാണ് ഉത്തോലകങ്ങൾ എന്ന് പറയുന്നത്. നമ്മൾ ഏതൊരു സിമ്പിൾ ഡിവൈസ് അല്ലെങ്കിൽ സിമ്പിൾ മെഷീൻ എടുത്ത് നോക്കിയാലും ഒരു നിശ്ചിത ബിന്ദു അവിടെ ഉണ്ടായിരിക്കും. കത്രികയിൽ കണ്ടോ, നടുക്ക്. അങ്ങനെ ഓരോന്നിലും ഒരു നിശ്ചിത ബിന്ദു ഉണ്ടായിരിക്കും. എവിടെ നോക്കിയാലും ഒരു നിശ്ചിത ബിന്ദു ഉണ്ടായിരിക്കും. അപ്പൊ ഒരു നിശ്ചിത ബിന്ദുവിനെ, ബിന്ദു എന്ന് വെച്ചാൽ പോയിന്റ് ആണ്, ഒരു നിശ്ചിത ബിന്ദുവിനെ ആധാരമാക്കി ചലിക്കുന്ന ദൃഢദണ്ഡുക്കളാണ് ഉത്തോലകങ്ങൾ. ജോലി ലഘൂകരിക്കാൻ കഴിയുന്നത് കൊണ്ട് ഈ ഉത്തോലകങ്ങളുടെ ഇംഗ്ലീഷിൽ ലിവേഴ്സ് എന്നാണ്. ഉത്തോലകങ്ങളൊക്കെ ലഘുയന്ത്രങ്ങൾ എന്നും അറിയപ്പെടുന്നു. ഒരു ഉത്തോലകം എടുത്താൽ നമുക്ക് 3 ഭാഗങ്ങളാണ് ഉള്ളത്. ഒരു ഉത്തോലകത്തില് എത്ര ഭാഗങ്ങളുണ്ട്? 3 ഭാഗങ്ങളാണുള്ളത്.
ധാരം, യത്നം, രോധം. ഉത്തോലകം ഉദാഹരണം ഈ കപ്പി, കത്രിക, ത്രാസ് മുതലായ സാധനങ്ങളൊക്കെ ഉത്തോലകങ്ങളാണ്. ഒരു ഉത്തോലകം എടുത്തു കഴിഞ്ഞാൽ അതിന് 3 ഭാഗങ്ങളാണ് ഉള്ളത്. ഏതൊക്കെയാ? ധാരം, യത്നം, രോധം. ഇംഗ്ലീഷ് പറഞ്ഞ ഫൾക്രം, എഫേർട്ട്, റെസിസ്റ്റൻസ്. ഫൾക്രം, എഫേർട്ട്, റെസിസ്റ്റൻസ് എന്നത്. ഇത് കഴിഞ്ഞ എക്സാമിന് ചോദിച്ചതാണ്. പാറക്കോൽ ഉപയോഗിച്ച് ഒരാൾ ഒരു വലിയ പാറക്കല്ല് ഉയർത്തുന്ന ചിത്രം നോക്കൂ. ഇവിടെ ഇയാള് കൈകൊണ്ട് ഉയർത്താതെ എന്തുകൊണ്ട് പാറക്കോൽ ഉപയോഗിച്ചു? പാറക്കോൽ ഇവിടെ ഒരു ലഘുയന്ത്രമായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. പാറക്കോൽ ഒരു ഉത്തോലകമാണ്. ഈ പാറക്കോലിന് താഴെ ഒരു കല്ല് വെച്ചേക്കുന്ന കണ്ടോ? ഈ കല്ലിനെ ആധാരമാക്കി ചലിക്കുമ്പോഴല്ലേ, ഈ ഒരു ചെറിയ കല്ലിനെ ആധാരമാക്കി ഈ പാറക്കോല് ചലിക്കുമ്പോഴാണ് ഈ വലിയ കല്ല് ഉയരുന്നത്. അപ്പൊ ഈ പാറക്കോൽ എന്ന് പറയുന്നത് ഉത്തോലകവും ഈ ഉത്തോലകം ഫങ്ഷൻ ചെയ്യുന്ന ഒരു ബിന്ദു എന്ന് പറയുന്നത് ഇവിടുത്തെ ഈ ചെറിയ കല്ലുമാണ്. ഉത്തോലകം ചലിക്കാൻ ആധാരമാക്കുന്ന ബിന്ദുവിനെയാണ് ധാരം എന്ന് വിളിക്കുന്നത്. ഉത്തോലകം ചലിക്കാൻ ആധാരമാക്കുന്ന ബിന്ദുവിനെയാണ് ധാരം എന്ന് പറയുന്നത്. ഇവിടെ ചോദിച്ച ചോദ്യം എന്താന്ന് വെച്ചാൽ, ഈ പാറക്കോൽ ഉപയോഗിച്ച് ഒരാൾ പാറക്കല്ല് ഉയർത്തുമ്പോൾ ധാരം എവിടെ വരും, യത്നം എവിടെ വരും, രോധം എവിടെ വരും എന്നാണ് ചോദിച്ചേക്കുന്നത്. ഇവിടെ യത്നം എന്ന് വെച്ചാൽ എഫേർട്ട് ആണ്. എഫേർട്ട് എന്ന് വെച്ചാൽ എന്താണ്? നമ്മള് ഉത്തോലകത്തിന് മേൽ, ഉത്തോലകം ഇവിടെ ഈ പാറക്കോലാണ്, ഈ പാറക്കോൽ ഈ ഉത്തോലകത്തിന് മേൽ പ്രയോഗിക്കുന്ന ആ ഒരു ബലത്തെയാണ് യത്നം. നമ്മൾ എത്ര എഫേർട്ട് എടുക്കുന്നു പഠിക്കാൻ വേണ്ടി, നമ്മൾ എത്ര എഫേർട്ട് എടുക്കുന്നു, അതല്ലേ യത്നം എന്ന് പറയുന്നത്, എഫേർട്ട് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ എഫേർട്ട് എടുക്കുന്നത് എവിടെയാ ബലം പ്രയോഗിക്കുന്നത്? പാറക്കോലിലല്ലേ ബലം പ്രയോഗിക്കുന്നത്. അപ്പൊ അവിടെയാണ് എന്ത് വരുന്നത്? എഫേർട്ട് വരുന്നത്. ഏതിനെ ആധാരമാക്കിയാണ് ഉത്തോലകം ചലിക്കുന്നത്? ഇവിടുത്തെ ഉത്തോലകം പാറക്കോലാണ്. ഈ പാറക്കോലി കല്ലിനെ ആധാരമാക്കിയല്ലേ ചലിക്കുന്നത്. അപ്പൊ ആധാരമാക്കുന്നതിനെ ധാരം എന്ന് പറയും. ആ വാക്കിൽ തന്നെയുണ്ട്, ആധാരമാക്കുന്നതിനെ ധാരം എന്ന് പറയും. ഇംഗ്ലീഷ് എന്തുവാണ്? ഫൾക്രം. പിന്നെ എന്തിനെ ഉയർത്താൻ നോക്കുന്നേ? യത്നം ഉപയോഗിച്ച് നേരിടുന്ന പ്രതിരോധം എന്താ? ഈ പാറക്കല്ലാണ്. അപ്പൊ ഇത് റെസിസ്റ്റൻസ്. അപ്പൊ ഈ ഒരു സാഹചര്യത്തില് RFE എന്നാ വരുന്നത്. RFE എന്ന് വെച്ചാൽ റെസിസ്റ്റൻസിനും എഫേർട്ടിനും നടുക്കാണ് ധാരം വരുന്നത്. ഇപ്പൊ റെസിസ്റ്റൻസ് എന്ന് വെച്ചാൽ എന്താണ്? രോധം. റെസിസ്റ്റൻസിന് ഇംഗ്ലീഷ് എന്താ? രോധം. രോധത്തിനും പിന്നെ യത്നം എഫേർട്ടിനും നടുക്ക് ധാരം വരുമ്പോൾ, ഫൾക്രം വരുമ്പോൾ അത് 1ാം വർഗ ഉത്തോലകമാണ്. PSC ചോദിച്ച ചോദ്യം, പാറക്കോൽ ഉപയോഗിച്ച് ഒരാൾ ഒരു പാറക്കല്ല് ഉയർത്തുന്നത് എത്രാം വർഗ ഉത്തോലകത്തിന് ഉദാഹരണമാണ് എന്നാണ് ചോദിച്ചത്. കിട്ടിയില്ലേ? 1ാം വർഗ ഉത്തോലകമാണ്. 1ാം വർഗ ഉത്തോലകത്തിന്റെ പ്രത്യേകത എന്താ? ധാരം, ഫൾക്രം എഫേർട്ടിനും റെസിസ്റ്റൻസിനും ഇടയിലായിരിക്കും. അത് ക്ലിയർ ആയി. ഇനി 1ാം വർഗ ഉത്തോലകം, 1ാം വർഗ ഉത്തോലകത്തിന് ഉദാഹരണങ്ങൾ ഏതൊക്കെയാണ്? ഈ ചിത്രം കണ്ടില്ലേ? കപ്പി എന്ന് പറയുന്നത് 1ാം വർഗ ഉത്തോലകമാണ്. നെയിൽ പുള്ളർ എന്നത് 1ാം വർഗ ഉത്തോലകമാണ്. സീസോ, ത്രാസ്, കത്രിക, പ്ലെയർ. സീസോ, കത്രിക, ത്രാസ്, പ്ലെയർ എന്നിവ 1ാം വർഗ ഉത്തോലകത്തിന് ഉദാഹരണമാണ്. കപ്പി, നെയിൽ പുള്ളർ, സീസോ, ത്രാസ്, കത്രിക, പ്ലെയർ. ഇത് ഓർക്കാൻ വേണ്ടിയിട്ട് കത്രിക എന്ന കോഡ് ഓർത്തേ. കത്രിക ഓൾറെഡി 1ാം വർഗ ഉത്തോലകമാണ്. ക ഫോർ കത്രിക, ത്രാ ഫോർ ത്രാസ്, ക ഫോർ കപ്പി. അപ്പൊ അവിടുന്ന് കത്രിക എന്ന് കിട്ടും. കപ്പി, ത്രാസ്, കത്രിക. പിന്നെ അതുപോലെ നെയിൽ പുള്ളർ, സീസോ, പ്ലെയർ. അപ്പൊ കപ്പി, ത്രാസ്, കത്രിക, നെയിൽ പുള്ളർ, സീസോ, പ്ലെയേഴ്സ് എന്നിവ 1ാം വർഗ ഉത്തോലകത്തിന് ഉദാഹരണമാണ്. ഇനി 2ാം വർഗ ഉത്തോലകത്തിന് ഉദാഹരണം പഠിക്കാന് നമ്മൾ ഒരു മുറുക്കാങ്കട ആലോചിക്കാം. മുറുക്കാങ്കടയിൽ എന്തൊക്കെയുണ്ട്? പാക്കുവെട്ടിയുണ്ട്. അവിടെ പാക്കുവെട്ടിയുണ്ട്. എപ്പോഴും അവിടെ മുറുക്കാൻ കാണുമല്ലോ. അപ്പൊ പാക്കുവെട്ടിയുണ്ട്. പിന്നെ അവിടുത്തെ അമ്മാവൻ കാലിന് സ്വാധീനം ഇല്ലാത്ത ആളാണെന്ന് വിചാരിക്കാം. അപ്പൊ വീൽ ബാരോ ജസ്റ്റ് ഒന്ന് തിങ്ക് ചെയ്യാ. വീൽ ബാരോ. പിന്നെ ആ മുറുക്കാങ്കടയില് നാരങ്ങ വെള്ളം കൊടുക്കാറുണ്ട്. അപ്പൊ അവിടെ നാരങ്ങ ഞെക്കിയുണ്ട്.
പിന്നെ സോഡ വെള്ളം ഉണ്ട്. സോഡ പൊട്ടിക്കാൻ വേണ്ടിയിട്ട് ബോട്ടിൽ ഓപ്പണർ ഉണ്ട്. അപ്പോൾ പാക്കുപെട്ടി, വീൽബാരോ, നാരങ്ങാഞ്ഞിക്ക്, ബോട്ടിൽ ഓപ്പണർ എന്നിവ രണ്ടാം വർഗ ഉത്തോലകത്തിന് ഉദാഹരണങ്ങളാണ്. രണ്ടാം വർഗ ഉത്തോലകത്തിന് ഉദാഹരണങ്ങളാണ്. ഇനി രണ്ടാം വർഗ ഉത്തോലകമാകുമ്പോൾ ഈ നേരത്തെ പറഞ്ഞില്ലേ സ്ഥാനം, അതായത് രോധത്തിന്റെയും ധാരത്തിന്റെയും യത്നത്തിന്റെയും ഒക്കെ സ്ഥാനം എങ്ങനെ വരും? രണ്ടാം വർഗ ഉത്തോലകമാകുമ്പോൾ എഫേർട്ട് യത്നത്തിനും ഫൽക്രം ധാരം ആ ബിന്ദു ഇല്ലേ ആ ബിന്ദുവിനും ഇടയ്ക്കായിരിക്കും റെസിസ്റ്റൻസ് വരുന്നത്. എഫേർട്ടിനും ഫൽക്രത്തിനും ഇടയ്ക്കായിരിക്കും റെസിസ്റ്റൻസ് വരുന്നത്. ആദ്യത്തെ കേസ് എന്ത് പറഞ്ഞു? ആദ്യത്തെ കേസ് പറഞ്ഞു എഫേർട്ടിനും യത്നത്തിനും രോധം റെസിസ്റ്റൻസിനും ഇടയ്ക്കായിരിക്കും ധാരം വരുന്നത്. FRE എന്ന് പറഞ്ഞ കോഡ് പഠിച്ചു വെച്ചാൽ എളുപ്പത്തിൽ കിട്ടുവേ. FRE അതായത് ഈ നടുക്ക് FRE എന്ന് എഴുതുക, നടുക്ക് FRE എന്ന് എഴുതുക. പിന്നെ ബാക്കി ഇല്ലാത്ത അക്ഷരങ്ങൾ അപ്പുറത്തും ഇപ്പുറത്തും ഇടുക. അപ്പൊ ഇവിടെ എന്തൊക്കെയില്ല? ആറും ഇല്ല, എഫും ഇല്ല, ആറും ഇല്ല, എഫും ഇല്ല. FRE എന്നങ്ങ് എഴുതി വെക്കുക. അതായത് ഒന്നാം വർഗ ഉത്തോലകത്തും രണ്ടാം വർഗ ഉത്തോലകം, മൂന്നാം വർഗ ഉത്തോലകം, ഒന്നാം വർഗ ഉത്തോലകം, രണ്ടാം വർഗ ഉത്തോലകം, മൂന്നാം വർഗ ഉത്തോലകം. ഇതിന്റെ പൊസിഷൻസ് അറിയാൻ വേണ്ടി FRE എന്ന് എഴുതുക. എന്നിട്ട് എഫ് ഇവിടെ എഴുതിയല്ലോ. അപ്പൊ രണ്ടിടത്തും ഇല്ലാത്ത ആരൊക്കെയാണ്? ഇയും ആറും. പിന്നെ ആറ് ഇവിടെ എഴുതിയില്ലേ? ഇയും എഫും ഇല്ല. ഇ എഴുതിയില്ലേ? ആറും എഫും ഇല്ല. ഇങ്ങനെ ഓർത്താൽ മതി. ഒന്നാം വർഗ ഉത്തോലകത്തിന് ധാരം, ധാരം എന്ന് വെച്ചാൽ ഫൽക്രമായിരിക്കും നടുക്ക്. രണ്ടാം വർഗ ഉത്തോലകത്തിന് റെസിസ്റ്റൻസ് രോധമായിരിക്കും നടുക്ക്. മൂന്നാം വർഗ ഉത്തോലകത്തിന് എഫേർട്ട്, എഫേർട്ട് എന്ന് വെച്ചാൽ യത്നമായിരിക്കും നടുക്ക്. ഇതാണ് ആ ഒരു കോഡ് എന്ന് പറയുന്നത്. ഈ ചക്രവും ദണ്ഡും നമ്മൾ ഉത്തോലകമായിട്ട് ഉപയോഗിക്കാറുണ്ടേ. ചക്രങ്ങളുടെ കണ്ടെത്തൽ മാനവ പുരോഗതിയുടെ ചരിത്രത്തിലെ ഒരു കുതിച്ചുചാട്ടമാണ്. പണ്ടൊക്കെ തലയെ ചുമന്നുകൊണ്ട് പോയിരുന്നത് ഇപ്പൊ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ വന്നപ്പോഴത്തേക്കും, വീൽബാരോ ഒക്കെ വന്നപ്പോഴത്തേക്കും അതിൽ വെച്ചുകൊണ്ട് പോകാൻ വേണ്ടി തുടങ്ങി. അപ്പോൾ ചക്രങ്ങൾ ജോലി എളുപ്പമാക്കാൻ സഹായിച്ചു. ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറഞ്ഞേക്കുവാണ്. ഇനി ഇൻക്ലൈൻഡ് പ്ലെയിൻ, ചരിവ് തലം നേരെ ഇങ്ങനെ തടി കയറ്റുന്നതിന് പകരം ചരിച്ച് കയറ്റുമ്പോൾ അത്രയും പ്രയാസമില്ലാതെ തടിയൊക്കെ ലോറിയിൽ കയറ്റാൻ വേണ്ടിയിട്ട് പറ്റും. ഭാരമേറിയ തടികൾ ലോറിയിൽ കയറ്റാൻ തൊഴിലാളികൾ ചെയ്യുന്ന എളുപ്പ വഴിയാണ് ചരിച്ചു വെച്ച തടികൾ ഉപയോഗിക്കുക എന്നുള്ളത്. പിന്നെ ഇത് കണ്ടോ, ഇവിടെ അതുപോലെ നമ്മളൊരു ബാഗ് നിറച്ചും പുസ്തകം വെച്ചേക്കുക. അതിങ്ങനെ വലിച്ചു കയറ്റുമ്പോഴാണോ നമുക്ക് എഫേർട്ട് കൂടുതൽ എടുക്കാത്തത്? ഇങ്ങനെ ഇൻക്ലൈൻഡ് പ്ലെയിനിൽ വലിച്ചു കയറ്റുമ്പോഴാണോ? ഇൻക്ലൈൻഡ് പ്ലെയിനിൽ വലിച്ചു കയറ്റി കഴിഞ്ഞാൽ പെട്ടെന്ന് പറ്റും. പിന്നെ അതുപോലെ മറ്റൊരു കാര്യം, കൂർപ്പില്ലാത്ത ആണി ചുമരിൽ അടിച്ചു കയറ്റാൻ പ്രയാസമാണ്. ഷാർപ്പ് എൻഡ്സ് ആയിരിക്കും കൂടുതൽ പെട്ടെന്ന് തുളച്ചു കയറുന്നത്. അപ്പൊ ആ ഷാർപ്പ് എൻഡ് എന്ന് പറയുന്നതും ഷാർപ്പാക്കി വെക്കുന്നതും നമ്മുടെ ജോലി എളുപ്പമാക്കുന്നതാണ്. അതുപോലെ കത്തിക്ക് മൂർച്ച കൂട്ടി വെക്കുന്നത് ജോലി എളുപ്പമാക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെയൊക്കെ. പിന്നെ ഈ ലഘുയന്ത്രം കുട്ടി വരുന്ന വീൽ ചെയർ ഇല്ലേ, അതൊക്കെ എന്തിനാ? ഈ റാമ്പിൽ കൂടെയാണ്. റാമ്പ് എന്ന് പറയുന്നതും ഇൻക്ലൈൻഡ് ആയിട്ടുള്ള സർഫസ് അല്ലേ, നേരെ പോകുന്നേക്കാളും റാമ്പിൽ കൂടെ ആകുമ്പോൾ കുറച്ച് വേഗത്തിൽ, അതുകൊണ്ട് ചരിഞ്ഞൊരു പ്രതലമാണ്, കുറച്ച് വേഗത്തിൽ ഈസി ആയിട്ട് പറ്റും. അങ്ങനെ നമ്മൾ ജോലിയിൽ ചെയ്യുന്ന ഓരോരോ സംഭവങ്ങൾ ഇവിടെ ഈ എന്താണ് തടി മുറിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ വെഡ്ജ് വെക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് തടി മുറിക്കാൻ പറ്റും. വെഡ്ജിന്റെ മലയാളം എന്താ? ആപ്പ് വെച്ചിട്ട് തടി പെട്ടെന്ന് മുറിക്കാൻ പറ്റും. അപ്പൊ ഇങ്ങനെ കഠിനമായി ജോലി ചെയ്യേണ്ടി വരുന്ന സന്ദർഭങ്ങളിൽ ലഘുയന്ത്രങ്ങളുടെ സേവനം നമുക്ക് ഉപയോഗപ്പെടുത്താം. ഇനി മൂന്നാം വർഗ ഉത്തോലകം പറഞ്ഞില്ലല്ലോ. മൂന്നാം വർഗ ഉത്തോലകത്തിന്റെ ഏതാന്ന് പറയാ കോഡ് ഏതാ? FRE. അപ്പോൾ ഇ ആണ് അവസാനം വരുന്നത്. അപ്പൊ ഇ ഇവിടെ എഴുതി, ആറും എഫും ഇപ്പുറത്ത് എഴുതി. അതായത് എഫേർട്ട് യത്നമായിരിക്കും രോധത്തിനും ധാരത്തിനും ഇടയ്ക്ക് വരുന്നത്. ഉദാഹരണം, ഐസ് ചവച്ചു എന്ന് ഓർത്താൽ മതി. ഐസ് ചവച്ചു എന്ന് ഓർത്താൽ മതി. ഐസ് ടോങ്സ് ചവണ ചൂണ്ട, അതാണ് മൂന്നാം വർഗ ഉത്തോലകം. ഐസ് ചവച്ചു, ഐസ് ടോങ്സ് ചവണ ചൂണ്ട, ഐസ് ടോങ്സ് ചവണ ചൂണ്ട എന്നിവ. അപ്പൊ PSC ചോദിക്കുവാണ്, ഈ വീൽബാരോ എന്തിനു ഉദാഹരണമാണെന്ന് ചോദിച്ചാൽ എത്രാം വർഗ ഉത്തോലകമാണ്? രണ്ടാം വർഗ ഉത്തോലകം, സെക്കൻഡ് ഓർഡർ ലിവർ ആണ്. ഇനി പാറക്കോൽ ഉപയോഗിച്ച് കല്ലുയർത്തുന്നത് എത്രാം വർഗ ഉത്തോലകമാണ്? ഒന്നാം വർഗ ഉത്തോലകമാണ്. ഇനി ഇവിടെ കുറച്ച് ചിത്രം, PSC ചാപ്റ്റർ അല്ലേ, അപ്പൊ ക്ലിയർ ആയി എന്ന് വിചാരിക്കുകയാണ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ ചോദിച്ചാൽ മതിയേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്ത് ചെയ്യുക? ലൈക്ക് ചെയ്യുക,
പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ. സബ്സ്ക്രൈബ് ചെയ്ത് ഫാമിലിയിലേക്ക് ജോയിൻ ചെയ്യാം. അപ്പോൾ വീണ്ടും കാണാം. താങ്ക് യു.